സ്റ്റുഡൻസ്, നമ്മളെ പ്രഷർ മർദ്ദം എന്നുള്ള ചാപ്റ്ററെ ഒരു വൺ ഷോട്ട് വീഡിയോയിൽ കംപ്ലീറ്റ് റിവൈസ് ചെയ്യാൻ പോവാണ്. ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളെ അതിലെ തിയറിയും കാര്യങ്ങളും മൊത്തം നമ്മളെ ചെറിയൊരു വീഡിയോ ആയിട്ട് വേഗം നോക്കാൻ പോവാണ്. സോ പ്രഷർ മർദ്ദം. ഓക്കെ, ഇതിൽ ആകെ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാവുള്ളൂ, അതായത് പ്രഷറിന്റെ ഇക്വേഷൻ ആണ്. എന്താ പ്രഷറിന്റെ ഇക്വേഷൻ? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ ത്രസ്റ്റ് ബൈ ഏരിയ. ഓക്കെ, മലയാള മീഡിയത്തിലുള്ള മർദ്ദം ഇസ് ഈക്വൽ ടു വ്യാപക മർദ്ദം ബൈ പരപ്പളവ്. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. ഏരിയ കുറഞ്ഞാൽ ഡിനോമിനേറ്റർ കുറയും, ഡിനോമിനേറ്റർ കുറഞ്ഞാൽ ടോട്ടൽ സാധനം കൂടും. ഓക്കെ, സോ ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും, ഏരിയ കൂടിയാൽ പ്രഷർ കുറയും. ഓക്കെ, പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ. പാസ്കൽ വേറൊരു യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത് രണ്ടും ഇയാളെ യൂണിറ്റ്സ് ആണ്. ഓക്കെ, പാസ്കൽ ആണ് SI യൂണിറ്റ്. ഓക്കെ, റെഡി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിക്വിഡ് പ്രഷർ. ഓക്കെ, പ്രഷറിനെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ ലിക്വിഡ് പ്രഷർ ആണ് പഠിക്കാൻ പോകുന്നത്. ലിക്വിഡ് പ്രഷർ എന്താ? ലിക്വിഡ് ചെലുത്തുന്ന പ്രഷർ. ലിക്വിഡിന്റെ ഉള്ളിലെ നമുക്കൊരു പ്രഷർ ഫീൽ ചെയ്യും. ആ പ്രഷർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സാന്ദ്രതയ്ക്കൊപ്പമുള്ള വ്യതിയാനം, അതായത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡും ഡിപ്പെൻഡ് ചെയ്യും, ഡെപ്ത് ഓഫ് ദ ലിക്വിഡും ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡെൻസിറ്റി കൂടിയാൽ നമ്മുടെ ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടിയാൽ പ്രഷർ കൂടും. ഓക്കെ, അതുപോലെ ഡെപ്ത് കൂടിയാൽ പ്രഷർ കൂടും. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് വാട്ടർ ഉണ്ട്, ഓയിൽ ഉണ്ട്. ഓയിലിന്റെ കുക്കിംഗ് ഓയിലിന്റെ ഡെൻസിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട് 910 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വാട്ടറിന്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, സോ വാട്ടറിന്റെ ഡെൻസിറ്റി കുക്കിംഗ് ഓയിലിന്റെ ഡെൻസിറ്റിക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പൊ ആരാണ് കൂടുതൽ പ്രഷർ ചെലുത്തുക? വാട്ടർ. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരേ ഡെപ്തില് നമ്മൾ രണ്ട് ഹോൾ ഇട്ടു. അപ്പൊ കൂടുതൽ ഡെപ്തില് അല്ലെങ്കിൽ കൂടുതൽ ദൂരത്തിലോട്ട് വെള്ളമാണ് ചിതറുന്നത്, വിച്ച് മീൻസ് ഇവിടെ നല്ല പ്രഷർ ഉണ്ട് കമ്പയർഡ് ടു കുക്കിംഗ് ഓയിൽ. ഓക്കെ, സോ ഡെൻസിറ്റി ഇൻക്രീസസ്, ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ്. സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് ദ്രാവക മർദ്ദം കൂടും. ഓക്കെ, ഇനി ഡെൻസിറ്റിന് മാത്രമല്ല, നമുക്ക് ഡെപ്തിനനുസരിച്ചും കൂടും, അല്ലെ? ഡെപ്തിനനുസരിച്ചും കൂടും. നമ്മളെ ഒരു സമുദ്രത്തിലോ ഒരു പുഴയിലോ താഴോട്ട് പോകുന്തോറും നമ്മളെ പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഓരോ 10 മീറ്ററിലും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ATM ആയിട്ട് നമ്മളെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മള് ലിക്വിഡ് പ്രഷർ പഠിച്ചു. ഇനി നമ്മൾ ലിക്വിഡ് പ്രഷർ എങ്ങനെയാ മെഷർ ചെയ്യാം? അതായത് ദ്രാവക മർദ്ദം എങ്ങനെ മെഷർ ചെയ്യും? മർദ്ദമാപിനി, മാനോമീറ്റർ. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പിക്ചർ. എങ്ങനെയാണ് ഇവിടെ മർദ്ദം നമ്മൾ മനസ്സിലാക്കുക? ഈ രണ്ട് ട്യൂബിലുള്ള വെള്ളത്തിന്റെ അളവുകൾ അല്ലെങ്കിൽ ലിക്വിഡിന്റെ ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ മർദ്ദം കൂടുതലാണോ കുറവാണോ എന്ന് മനസ്സിലാവുക. സോ ഈ രണ്ട് ലെവൽസ് വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നല്ല പ്രഷർ കൊടുത്താൽ ഇവിടുത്തെ ഈ ഒരു ലെവല് താഴും, ഇവിടുത്തെ ലെവല് നല്ലോണം മുകളിലോട്ട് വരും. സോ പ്രഷർ കൂടിയാൽ എന്ത് സംഭവിക്കും? ഈ ഒരു ലിക്വിഡ് ലെവൽ ഡിഫറൻസ് കൂടുതലാകും. പ്രഷർ കുറഞ്ഞാൽ ലിക്വിഡ് ലെവൽ ഡിഫറൻസ് കുറയും. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് നോക്ക്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം കുറച്ച് വെള്ളത്തിന്റെ സർഫേസിൽ നമ്മൾ എന്ത് ചെയ്ത് ഒരു മെംബ്രെയിൻ വെച്ചിട്ട് എന്നിട്ട് അതിന്റെ പ്രഷർ അളന്നു. ഓക്കെ, സോ അവിടെ ഒരു ലിക്വിഡ് ലെവൽ ഉണ്ട്, രണ്ട് ലെവലും ഈക്വൽ ആയിട്ട് കാണിക്കുന്നത്. ശേഷം എന്ത് ചെയ്തു? നമ്മളെ കുറച്ച് വെള്ളം നിറച്ചു. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് ഡെപ്തിൽ നിൽക്കുന്ന പോലെ ആയി ആ ഒരു മെംബ്രെയിൻ. സ്വാഭാവികമായിട്ടും ഇവിടെ പ്രഷർ കൂടും, സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗം താഴും, ഈ ഒരു ഭാഗം ഉയരും. അവിടെ ലിക്വിഡ് പ്രഷർ കൂടാൻ തുടങ്ങി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു, വിച്ച് മീൻസ് അവിടെ ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ലിക്വിഡ് ലെവൽസ് വിൽ ഇൻക്രീസ്. ഓക്കെ, ഇനി നമ്മളിവിടെ വെള്ളം മാറ്റി വേറെ ഒരു കുറച്ചും കൂടി ഡെൻസർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് വെച്ചു, മെർക്കുറി വെച്ചു. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴും ഈ ഡിഫറൻസ് ഹൈ ആകും. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, ദ്രാവകമർദ്ദം അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ് മാനോമീറ്റർ അല്ലെങ്കിൽ മർദ്ദമാപിനി. ഓക്കെ, ഇനി നമ്മൾ ദ്രാവകമർദ്ദം പഠിച്ചു. അങ്ങനെയാണെങ്കിൽ വാതകമർദ്ദം ഗ്യാസ് ചെലുത്തുന്ന പ്രഷർ. ഓക്കെ, ഗ്യാസ് പ്രഷർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ ദ്രാവകമർദ്ദം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെൻസിറ്റിനെയും ഡെപ്തിനെയാണെന്നുണ്ടെങ്കിൽ വാതകമർദ്ദം ഡിപ്പെൻഡ് ചെയ്യുന്നത് കണികകളുടെ എണ്ണം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, വ്യാപ്തം, ടെമ്പറേച്ചർ, താപനില, ഈ 3 കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഈ ദ്രാവകമർദ്ദം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിലിണ്ടറിന്റെ ഉള്ളിലാണ് നമ്മൾ ഒരു വാതകം വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, വാതകമർദ്ദമാണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള വാതകങ്ങളുടെ കണികകൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഈ വോളിൽ കൊണ്ട് എത്രത്തോളം ഇടിക്കുന്നു അതിനനുസരിച്ചാണ് പ്രഷർ മെഷർ ചെയ്യുക. എന്ന് വെച്ചാൽ നല്ലോണം ഇടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാസ് പ്രഷർ വളരെ ഹൈ ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ കണികളുടെ എണ്ണം കൂടിയാൽ ഇടികളുടെ എണ്ണം കൂടും. സ്വാഭാവികമായിട്ടും ലിക്വിഡ് പ്രഷർ വിൽ ഇൻക്രീസ്. ഓക്കെ, ആസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ്, കണികളുടെ എണ്ണം കൂടിയാൽ
വാതകമർദ്ദം ഗ്യാസ് പ്രഷർ ഇൻക്രീസസ്. ഞാൻ ലിക്വിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഗ്യാസ് പ്രഷർ. ഓക്കെ, ഇനിയോ ടെമ്പറേച്ചർ താപനില കൂട്ടിയാലോ? താപനില കൂട്ടിയാൽ ഈ കണികകളുടെ എല്ലാം എനർജി കൂടും, മോളിക്യൂൾസിന്റെ പാർട്ടിക്കിൾസിന്റെ എനർജി കൂടും, കൂടുതൽ ഇടികൾ നടക്കും, സ്വാഭാവികമായിട്ടും ഗ്യാസ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി വേറെ വെറൈറ്റി ഉള്ള ഒരാള് വ്യാപ്തമാണ്, വോളിയം കുറച്ചാൽ ആണ് ലിക്വിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുക. എന്ന് വെച്ചാൽ വോളിയം കൂട്ടിയാൽ ലിക്വിഡ് പ്രഷർ ഡിക്രീസ് ചെയ്യും. കാരണം എന്താ? ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആണ്. നമ്മൾ കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു വലിയ റൂമിലോട്ടാക്കി. അപ്പോൾ എന്ത് ചെയ്യും? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും, അവിടെ ഇടികൾ കുറയും. സോ ഇടികൾ കുറഞ്ഞാൽ ലിക്വിഡ് പ്രഷർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ വാതകമർദ്ദം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. വോളിയം ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വോളിയം. ടെമ്പറേച്ചർ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അന്തരീക്ഷ മർദ്ദം, നമ്മുടെ ചുറ്റും അന്തരീക്ഷം ഉണ്ട്, അതൊരു വാതകമാണ്, അത് മർദ്ദം ചെലുത്തും, അതിനെ നമ്മൾ വിളിക്കും അന്തരീക്ഷ മർദ്ദം. ഓക്കെ, എത്രയാ അന്തരീക്ഷ മർദ്ദം? നമ്മൾ സീ സർഫസിലെ സമുദ്രനിരപ്പിലെ നമ്മൾ അളന്നാൽ, നമ്മൾ അന്തരീക്ഷ മർദ്ദം അളന്നാൽ അത് ഏകദേശം 10⁵ പാസ്കൽ വരും. ഓക്കെ, 10⁵ പാസ്കൽ. ഓക്കെ, 10⁵ പാസ്കൽ. ഓക്കെ, എന്ന് വെച്ചാൽ ഓക്കെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, എന്ന് വെച്ചാൽ 1 മീറ്റർ സ്ക്വയറിൽ ഇത്രയും ന്യൂട്ടൺ ആണ് അന്തരീക്ഷ മർദ്ദത്തിന്റെ ഫോഴ്സ്. ഓക്കെ, സോ നമ്മള് ഈ ഒരു അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ് ആണ് മെർക്കുറി ബാരോമീറ്റർ. ഓക്കെ, മെർക്കുറി ബാരോമീറ്റർ. മറന്നുപോകരുതേ, മാറിപ്പോകരുതേ. നമ്മുടെ ലിക്വിഡ് പ്രഷർ അല്ലെങ്കിൽ ദ്രാവക മർദ്ദം അളക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് മാനോമീറ്റർ. നമ്മളെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് മെർക്കുറി ബാരോമീറ്റർ. ഓക്കെ, അപ്പൊ ഒരു ATM പ്രഷർ, അതായത് സമുദ്രനിരപ്പിൽ നമ്മുടെ ബാരോമീറ്റർ വെച്ചാൽ അതെന്ത് സംഭവിക്കും? ഈ ഒരു ലിക്വിഡിലെ നമ്മൾ അന്തരീക്ഷ മർദ്ദം പ്രഷർ ചെലുത്തും. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ലിക്വിഡ് മുകളിലോട്ട് പോകും. ഈ മുകളിലോട്ട് പോകുന്നത് 76 സെന്റിമീറ്റർ ആണെന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സീ സർഫസിലെ സമുദ്രനിരപ്പിലെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ 10⁵ പാസ്കൽ എന്ന് പറഞ്ഞാൽ 76 സെന്റിമീറ്റർ ആയിരിക്കും ആ ഒരു മെർക്കുറി ഗോളത്തിന്റെ ഹൈറ്റ്. 76 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 760 mmHg. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, സോ മറന്നു പോരുത്, അന്തരീക്ഷ മർദ്ദം, സമുദ്രനിരപ്പിലെ അന്തരീക്ഷ മർദ്ദത്തിന്റെ വാല്യൂ 1 ATM അല്ലെങ്കിൽ 10⁵ പാസ്കൽ. ഓക്കെ, 10⁵ പാസ്കൽ അല്ലെങ്കിൽ 1 ATM നമ്മളെ മെർക്കുറി ബാരോമീറ്റർ കാണിക്കുന്ന റീഡിങ് 76 സെന്റിമീറ്റർ അല്ലെങ്കിൽ 760 mmHg. ഓക്കെ, ഇനി കൂടുതൽ പ്രഷർ ആണെന്നുണ്ടെങ്കിലോ, കൂടുതൽ അന്തരീക്ഷ മർദ്ദം കൂടിയാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ ഒരു ഹൈറ്റും കൂടും, ഇവിടെ കൊടുക്കുന്ന പ്രഷർ കൂടും, സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഇൻഫ്ലക്സ് കൂടും. ഓക്കെ, സോ ആ ഒരു കോളം ഹൈറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമ്മളിതിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മളെ അന്തരീക്ഷ മർദ്ദം മുകളിലോട്ട് പോകുന്തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ എവറസ്റ്റ് കൊടുമുടിയെല്ലാം കയറാൻ പോകുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓക്സിജൻ സിലിണ്ടേഴ്സ് ആയിട്ടാണ് പോവുക. കാരണം എന്താ? അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ ഓക്സിജനും കൂടി ചെലുത്തുന്ന മർദ്ദമാണ്. ഓക്കെ, അപ്പോൾ മുകളിലോട്ട് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയും, ഓക്സിജൻ കുറയും. അപ്പോൾ അവർക്ക് എന്ത് വേണം? എക്സ്ട്രാ സപ്ലൈ ഓഫ് ഓക്സിജൻ വേണം. അതിനു വേണ്ടിയിട്ടാണ് അവരെ ഓക്സിജൻ സിലിണ്ടേഴ്സ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ മറന്നു പോകരുത്. ഓക്കെ, ചില ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. പിന്നെ മർദ്ദ സന്തുലനം, പ്രഷർ ബാലൻസ്. മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് ഇൻഫ്ലക്സ് ഉണ്ടാകും. ഓക്കെ, മർദ്ദ സന്തുലനം. ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ഇവിടെ നമ്മളെ ഗ്ലാസ് വെക്കുന്നു, വെള്ളം വെക്കുന്നു, എന്ത് ചെയ്യുന്നു? മെഴുകുതിരി കത്തിക്കുന്നു, ആ ഗ്ലാസ് അതിലോട്ട് മൂടി വെക്കുന്നു. സോ ഇവിടുത്തെ ഓക്സിജൻ കൺസ്യൂം ചെയ്യും, ഇവിടെ പ്രഷർ കുറയും, ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഒരു ലിക്വിഡ് മുകളിലോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ ഈ എക്സ്പെരിമെന്റ് തന്നിട്ട് ചോദിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പൊ നിങ്ങൾ എഴുതണം മർദ്ദ സന്തുലനം. ഓക്കെ, ഇവിടെ മെഴുകുതിരി കത്തുമ്പോൾ ഇവിടുത്തെ ഓക്സിജൻ കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടും. സോ അവിടെ പ്രഷർ കുറഞ്ഞപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ കൊടുക്കാൻ തുടങ്ങി. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലായി, സ്വാഭാവികമായിട്ടും ഇവിടുന്ന് അങ്ങോട്ട് ലിക്വിഡിന്റെ ഇൻഫ്ലോ ഉണ്ടായി. ഓക്കെ, പിന്നെ കുറച്ച് എക്സാമ്പിൾസ്. റബ്ബർ സക്കർ, സ്റ്റിക്ക് ടു സ്മൂത്ത് സർഫേസ്, മൗണ്ടൻ ക്ലൈംബേഴ്സ് ഓഫൻ എക്സ്പീരിയൻസ് നോസ് ബ്ലീഡ്സ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ്. എന്തുകൊണ്ടാണ്? മുകളിലോട്ട് പോകുന്തോറും നമ്മളെ പുറത്തുള്ള പ്രഷർ കുറയും. പക്ഷെ നമ്മളെ ഈ ഒരു ബ്ലഡ് വെസൽസിൽ അപ്പോഴും നല്ല പ്രഷർ ആയിരിക്കും. സോ പ്രഷർ കൂടി പുറത്തോട്ട് ഒഴുകും. അവിടെ എന്തുണ്ടാവും? നോസ് ബ്ലീഡ്സ് അല്ലെങ്കിൽ രക്തക്കുഴലുകളെ ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങും. ഓക്കെ, holes are made on injection spottle while a needle during a drip injection
passengers traveling uphill in a vehicle on a good road experience year pay. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. നമ്മളെ ചെറിയൊരു വീഡിയോ ആയിട്ട് വൺ ഷോട്ട് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എല്ലാവരും പ്രഷർ മർദ്ദം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.